ശരീരത്തിന് വ്യായാമം. അതാണ് ശാസ്ത്രീയമാക്കിയത്. പക്ഷെ ഇതിനാണല്ലോ ഇല്ല. എതിരെ ആരാണ് നടക്കാൻ പറഞ്ഞാൽ, ചാടാൻ പറഞ്ഞാൽ, ഓടാൻ പറഞ്ഞാൽ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ദീനിലെല്ലുണ്ട്. പക്ഷെ അദ്ദേഹം നമ്മൾ എന്താക്കുന്ന പഠിക്കുന്നില്ല. അതിനർത്ഥം നടക്കണമെന്നൊന്നും അല്ലട്ടോ, നടക്കലും മറ്റുമൊക്കെ വേണം, അത് വേറെ വിഷയം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന നന്മ, അത് ഭൂമിയിലെ എല്ലാ വിഷയങ്ങളും അതിനെ ആഗ്രഹിക്കണം. പക്ഷെ ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആളുകളെ എത്രയാണ്. നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷം? 950 വർഷം. റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. രാപ്പകലില്ലാതെ ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ ഇസ്ലാമിലേക്ക് വിളിക്കുന്തോറും അവർ ഇസ്ലാമിൽ നിന്ന് അകന്നു പോവുകയാണ്. ഞാൻ ഓരോ വ്യക്തികളെ കണ്ട് ഓരോരുത്തരോട് സ്വന്തമായി പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചു. ഒന്നിച്ച് വിളിച്ചു ചേർത്തിട്ട് അവർ ക്ഷണിച്ചു. അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ എല്ലാ ഭാഗവും നമ്മൾ പറയുന്ന ഒരാളോട്, നമ്മളൊരു പ്രാവശ്യം ഒരാളോട് കാര്യം പറഞ്ഞു, രണ്ടാമത് പറയാൻ തന്നെ അവർക്ക് മനസ്സ് വരും. ഒന്നാമത് തന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ട് സ്വീകരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ രണ്ടാമത് പറയാൻ പോകും. ഈ വലിയ നിർബന്ധിച്ച ഒരാൾ പറഞ്ഞാൽ ഒന്നും കൂടി പോയി. അപ്പൊ എത്ര വട്ടായി? 2 വട്ടായി. പിന്നെ മൂന്നാമത്തേന് നമ്മൾ പോകും. മൂന്നാമത്തേന് പോകും. ഇനി മൂന്നാമത് ഒന്നും കൂടി പോയി നോക്കാം. എന്നാൽ നമ്മളെ ആൾക്കാർ കുറ്റം പറയുന്നു, നീ എന്തിനെ ഇന്നാൾ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. നമ്മളോട് ആളുകൾ എന്ത് ചെയ്യും? നമ്മൾ ഒരേ ആവശ്യത്തിന് ഒരാൾക്ക് 10 പ്രാവശ്യം പോയി നോക്കാം. എന്നാൽ അത് ഗിന്നസ് ബുക്കിൽ വരും അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് പോയത്? ഒരേ ആളുകൾക്ക് എത്ര വർഷമാണ് പോയത്? എത്ര പ്രാവശ്യം പോയത്? 950 വർഷമാണ് പോയത്. നമ്മൾ ഒരു പ്രാവശ്യം പോയി, രണ്ടാമത്തെ പ്രാവശ്യം പോയാ മൂന്നാമതിന് പോകാൻ വഴി കാണിച്ച ആളുകൾ 5 വേറെ പണിയും. അല്ല അയാൾ എത്തുക ഞാനില്ലേ അല്ലേ? അയാൾ എത്തുക ഞാനില്ലേ? ഓരോട് പറഞ്ഞിട്ട് കാര്യം. ഇതാണ് നമ്മളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി, നമ്മളെ ശൈലി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കൾ വീണ്ടും പക്ഷെ അങ്ങനെയൊക്കെ ക്ഷണിച്ചിട്ടും അവർ ഇസ്ലാം മതം സ്വീകരിക്കാതെ വരുമ്പോൾ മനസ്സ് പ്രയാസപ്പെടുവല്ലേ? ആ പ്രയാസം മുഹമ്മദ് മുസ്തഫ ആ പ്രയാസം നബിതങ്ങൾക്കുണ്ടായി. അതാണ് എനിക്ക് ഖുർആൻ പറയുന്നത്, فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. فلعلك باخع نفسك على آثارهم. നബിയെ ഇവരെ പുറകിൽ ഇങ്ങനെ നടന്നിട്ട് ഓലെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് വീണ്ടും ക്ഷണിച്ച് അഫ്വ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് അവര് പറയുന്നതൊക്കെ കേട്ടില്ല എന്ന് വെച്ചു, കേട്ടു എന്ന് വെച്ചു, മാപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെ അവരെ പുറകിൽ നടന്നിട്ടും ശേഷമുള്ള റിപ്പോർട്ട് എന്താണ്? ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ്. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവർക്ക് വിശ്വാസമില്ല. എത്ര ക്ഷണിച്ചു, എത്ര പറഞ്ഞു, എത്ര ഉത്ബോധിപ്പിച്ചു, എത്ര ഉണർത്തിക്കൊടുത്തു. ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ്. ഈ വിശുദ്ധ ഖുർആനാകുന്ന വർത്തമാനം അവർ കേൾപ്പിക്കുമ്പോൾ അവർക്കത് അംഗീകാരം, അവരെ ചെവിയിലേക്ക് നന്മ കടക്കുന്നില്ല. അസഫാ ഫലഅല്ലക്കാനുള്ള ബന്ധപ്പെട്ടാണ്. അപ്പൊ തങ്ങളെ മനസ്സിന് അങ്ങേയറ്റത്തെ വേദന. കുറച്ചോനെ ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടു, ഞാൻ ഇത്രയൊക്കെ ക്ഷമ കാണിച്ചിട്ടു, ഇത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടു, ഈ ജനങ്ങളെ മറുപടി ഈ തരത്തിലാണല്ലോ എന്ന മാനസിക ടെൻഷൻ, പ്രയാസം, വിഷമം നിങ്ങളെ പിടികൂടിയേക്കാം. നബിയെ നിങ്ങളെ പിടികൂടിയേക്കാം. അല്ല എന്താ ഖുർആൻ ഓർമ്മപ്പെടുന്നത്? അവര് മുഅ്മിനായില്ല എന്നതിൽ നിങ്ങൾ വിഷമിക്കണ്ട. അവർ ഇസ്ലാം മതം സ്വീകരിച്ചില്ല, അത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ സ്വീകരിച്ചില്ലല്ലോ അല്ലേ? നമ്മൾ ഈ കോഴിക്കോട് കുട്ടിച്ചറല്ലേ, ഇതിലെങ്ങനെ കുട്ടിച്ചറ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നാരകം പള്ളി ഇങ്ങനെ നോക്കിയാൽ എത്ര പള്ളി ഉണ്ടാവും? സുമാറ് വർഷം
50 പള്ളിക്കന്ന് ബാങ്ക് കൊടുത്താൽ ഒറ്റ സമയം എത്ര ബാങ്ക് വെക്കും? 50 ബാങ്ക്. അത് 5 നേരം ആവുമ്പോ എത്ര? 250 ബാങ്ക് ഒരു ദിവസം കൊടുത്തിട്ട് നിസ്കരിക്കാത്തവരിന്റെ ഇവിടെ നിസ്കരിക്കാത്തവരുണ്ടോ? സാധ്യത അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ നിസ്കരിക്കണില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പൊ പള്ളിക്കത്ത മൊയിലാക്കി മാറ്റി പൂർണ്ണ വാങ്ങ് കൊടുത്തു അതുണ്ടാവും. ഇല്ല അസത്ത വാങ്ങ് കൊടുത്തു അതുണ്ടാവും. എന്നാ മകൾക്ക് വന്നിട്ട് 2 നേരത്തെ വാങ്ങിയ ടൗണിൽ എത്രയായി അല്ലേ? 2 നേരം വാങ്ങ് കൊടുക്കുമ്പോ തന്നെ 50 പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുത്തില്ലേ? വാങ്ങി കേൾക്കാത്ത കുഴപ്പമുണ്ടപ്പോ ഇവിടെ ഏതെങ്കിലും വീട്ടുകാർക്ക് ഉണ്ടോ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, നന്മയിലേക്ക് വിളിച്ചുകൊണ്ട്, നന്മയുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിളി നടക്കാണ്. ഇങ്ങനെ പരസ്യമായിട്ട് 250 പ്രാവശ്യം ഒരു ദിവസം സിനിമ കാണാൻ വേണ്ടി ആരെങ്കിലും പോയി കണ്ടുപിടിച്ചാൽ വേണ്ടി 250 പ്രാവശ്യം പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 250 പ്രാവശ്യം പറയുന്ന ഒറ്റ പ്രാവശ്യം. ഇവിടെ നമ്മൾ നടക്കുന്നിടത്തൊക്കെ പള്ളിയാണ് അല്ലേ? നമുക്ക് മറ്റേ സാധനം കൊടുക്കാൻ കിട്ടുന്നെങ്കിൽ ഇവിടെ അടുത്ത എവിടെ കൊടുക്കുന്നത്? അടുത്ത എവിടെയാണ്? നിങ്ങളാരും പോയി എന്ന് പറയാനല്ല പറയാൻ പറ്റാൻ ഞാൻ പോയോന്ന് വിചാരിച്ചു. അപ്പൊ കണ്ടത് നിങ്ങൾ അല്ലേ? എന്നിട്ട് നമ്മൾ ഓരോരുത്തരും നടക്കുന്നിടത്ത് കയറിയാൽ മതി. കേറി പള്ളിയിൽ ചെന്ന് നോക്കിയാലോ? പള്ളിയിൽ ചെന്ന് നോക്കിയാൽ കാണും ഇത്ര വിശാലമായ ഹാൾ ഇവിടെ ഏതെങ്കിലും വീട്ടിലുണ്ടോ? ഞാനിവിടെ കുറെ വീട്ടിലുകളെ ചായക്ക് പോയി. ഇത്ര വിശാലമായ ഹാൾ ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ? ഇല്ല. ഇവിടെ വന്നു നോക്കിയാൽ കണ്ടങ്ങൾ നല്ല കൈകാര്യങ്ങളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി അല്ലെ? നല്ല കാർപ്പറ്റ് എടുത്തിട്ട് ഫാനിന്റെ കാറ്റിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് സുഖമായിട്ട് എന്തൊരു മാനസിക സന്തോഷമുണ്ട്. എത്ര ഒരു ടെൻഷൻ ഫ്രീ ആണ്. എത്ര നമ്മുടെ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഉണ്ടോ? അപ്പോ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടു, മനസ്സുകൊണ്ട് വിഷമിച്ച്, മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ട് തങ്ങളേറെ ദുഃഖിക്കുന്നുണ്ടാവും, തങ്ങളേറെ മാനസികമായി തളരുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും ഇവർ ഇസ്ലാമിലേക്ക് വരുന്നില്ലല്ലോ, ഇവർ മുഅ്മിനീങ്ങളാകുന്നില്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഉണർത്തുന്നത് എന്താ? പള്ളിക്കര മല്ലാക്കാൻ ഏൽപ്പിച്ചത് ബാങ്ക് കൊടുക്കാനാണ്. നിസ്കരിക്കാൻ മക്കളുള്ള ആൾക്കാർ വന്നു. നിസ്കരിക്കാൻ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് മല്ലാക്ക വേജാറാണ്. സുബൈന്റെ ബാങ്ക് കൊടുത്തിട്ട് ആരും പള്ളിക്കരില്ല. നാം മല്ലാക്ക പറ്റി ആ ബാങ്ക് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ വേജാറാണ്. മല്ലാക്കാൻ ഏൽപ്പിച്ചത് ബാങ്ക് കൊടുക്കാൻ ഓർമ്മ ബാങ്ക് കൊടുത്ത് ആളില്ലെങ്കിൽ അസർത്ത ബാങ്ക് കൊടുക്കേണ്ടതാണ്. അസർത്ത ബാങ്ക് കൊടുത്ത് ആളില്ലെങ്കിൽ മഗ്‌രിബിന്റെ ബാങ്കാണ് കൊടുക്കുക. അപ്പൊ കുറച്ച് ആൾ കൂടുതലുണ്ടാവുമല്ലോ. ആ ആവേശത്തിന് ഇശാന്റെ ബാങ്ക് നേരത്തെ കൊടുക്കാൻ പറ്റും. അതില്ല. നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നബിയെ, തങ്ങൾ അങ്ങനെ ഒരിക്കലും മാനസികമായി ശരീരം ക്ഷീണിപ്പിക്കണ്ട, മനസ്സ് തളർത്തണ്ട, തങ്ങൾ ഇതുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച കാര്യം അത് ഭംഗിയാക്കി നിർവഹിക്കണം. നബി തങ്ങളെ അങ്ങേയറ്റം ആശ്വസിപ്പിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചുകൊണ്ടുമാണ് ഖുർആൻ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിലേക്ക് വരുന്നത്. ഒരു വിഷയത്തിന്റെ ആമുഖമുണ്ടാണ്, അതാണ്. എന്നിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. എന്താ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? നബിയെ, അമ്പിയാക്കൾ എത്തിച്ചു കൊടുക്കുന്നത്, പ്രബോധനം ചെയ്തത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, ഭൂമുഖത്ത് കാണുന്ന എല്ലാം അല്ലാഹുവിന്റെ തൗഹീദിലേക്കുള്ള തെളിവാണ്. ഭൂമുഖത്ത് കാണുന്ന എല്ലാം അല്ലാഹ് എന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലേ, ഇന്നാ ജഅൽനാ മാ അൽ അർദ്, ഭൂമുഖത്ത് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന എല്ലാം, ഭൂമുഖത്ത് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന എല്ലാം
അതെങ്ങനെയാണ്? സീനത്തല്ലഹാ, ഭൂമിയുടെ അലങ്കാരമാണ്. എന്തെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്? ഭൂമുഖത്ത് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ചെടികൾ ഏതെല്ലാം സൈസ് ചെടികളാണ്? എത്ര ഇനം ചെടികളുണ്ട്? ചെടി മാത്രം പറഞ്ഞാൽ എത്ര ഇനമുണ്ട്? ആ ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ അത് മാത്രം എത്ര കളറാണ്, എത്ര ഇനമാണ്? ഭൂമുഖത്ത് സംവിധാനിച്ച സംവിധാനങ്ങൾ അല്ലേ? എത്ര സൈസ് ചെടികളാണ്, എത്ര സൈസ് വൃക്ഷങ്ങളാണ്? മരങ്ങൾ ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചത് എത്ര സൈസ് മരങ്ങളാണ്? ഏതെല്ലാം സൈസ് പഴങ്ങളാണ്? സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം സൈസ് പഴങ്ങളാണ്? ഭൂമുഖത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്ന സീനത്ത്, ഭൂമിയെ അലങ്കരിച്ചുകൊണ്ട് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് എത്ര ചെടികൾ, എത്ര പൂക്കൾ, എത്ര വൃക്ഷങ്ങൾ, എത്ര കായ്കനികൾ ഒക്കെ. നിങ്ങൾ ഒരു മരത്തുമേലുണ്ടാകുന്ന ചക്കയാണ് വലിയ കായ് അല്ലെ? മറ്റേ മരത്തുമേലുണ്ടാകുന്നത് എന്താണ്? മരം വലുതാണ്, മാങ്ങ ചെറിയ കായ്. എത്രയാണ് വ്യത്യാസം? രണ്ടും ഇങ്ങനെ കണ്ടാൽ. മറ്റൊരു മരത്തുമേലുണ്ടാകുന്ന നല്ല നെല്ലിക്കായ്, പക്ഷെ ചെറിയ കായ്. അങ്ങനെ നോക്കിയിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തമായ വൃക്ഷങ്ങൾ, വ്യത്യസ്തമായ ചെടികൾ, വ്യത്യസ്തമായ ഭൂമിയെ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ. ഇനി ഈ വൃക്ഷങ്ങളും ചെടികളും ഇതൊക്കെ പുല്ലുകളും പുഷ്പങ്ങളും കൃഷികളും അല്ലാഹു. ഒരു ഭാഗത്ത് ഗോതമ്പ്, മറ്റേ ഭാഗത്ത് നെല്ല്, മറ്റേ ഭാഗത്ത് ചോളം അല്ലേ, മറ്റേ ഭാഗത്ത് കരിമ്പ്. ഏതെല്ലാം സൈസാണ് അല്ലാഹു തആല ഭൂമി അല്ലാഹു തആല അലങ്കരിച്ചു നിർത്തിയത് കണ്ടില്ലേ? ഇത് അല്ലാഹ് എന്ന് മനസ്സിലാക്കാൻ ഇതിലേറെ വലിയ കഴിവ് വേണം. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ പാമ്പുകൾ മാത്രം എത്ര ഇനം ഉണ്ടാവും? സ്നേക് പാർക്കിൽ പോയി എല്ലാവരും ഇങ്ങോട്ട് വരുന്നതല്ലേ, അത് കാത്തിട്ടാണ് അല്ലേ? കോഴിക്കോട്ടൊക്കെ എല്ലാവരും ഉണ്ടാവും, ഇങ്ങോട്ട് വരും അല്ലേ? അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പാമ്പുകളെ ഇനം മാത്രം നോക്കിയാൽ എത്ര ഇനാണ്? ഇഴജന്തുക്കളെ ഇനം പാമ്പ്. അതിലെത്ര ഇനുണ്ട്? കണ്ടാൽ അത്ഭുതകരമായ ഏതെല്ലാം സൃഷ്ടി. ഭൂമുഖത്ത് അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. തേള് എത്ര ഇനമാണ്? പല്ലി എത്ര ഇനമാണ്? ആ ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങൾ എങ്ങനെയാണ് നോക്കാട്ടെ? ഭൂമുഖത്ത് അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് അല്ലാഹുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ അധികം ആലോചിക്കണോ? ഭൂമിയെ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിക്കൊണ്ട് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഇഴജന്തുക്കൾ, വണ്ട് പ്രാണികൾ, പ്രാണികളെ ഇനം എത്രയാ? മുഴുവൻ. പുഴുക്കളുടെ ഇനം എത്രയാണ്? മുഴുവൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളൂ. എന്തെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദപ്രയോഗം? ഭൂമുഖത്ത് അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് സീനത്തല്ലഹാ, ഭൂമിക്കൊരു അലങ്കാരമായി. ഭൂമിയിൽ മനുഷ്യർ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ, അതിൽ ആലിമീങ്ങൾ, അതിൽ ഔലിയാക്കൾ. ഓരോരുത്തർക്കും കൗതുകം ഓരോന്നാണ് അല്ലേ? നമ്മൾക്ക് ഈമാനികമായി നല്ലൊരു മുഅ്മിനായ മനുഷ്യനെ ഇങ്ങനെ കണ്ടാൽ അയാളെ മുഖം വല്ലാത്തൊരു പ്രകാശിക്കുന്ന മുഖം, എന്തൊരു നല്ല സ്വഭാവത്തിന്റെ ഒരു പുഞ്ചിരി, അയാളെ എന്തൊരു നല്ല താഴ്മ. ഭൂമിയെ അല്ലാഹു തആല അലങ്കരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാമല്ലോ. അല്ലാഹു നമ്മളെ സമസ്തയുടെ ഒക്കെ ഒരു മർക്കസിന്റെ ഒക്കെ ഒരു സമ്മേളനം ഇങ്ങനെ നടക്കുക. ഇപ്പൊ നമ്മള് സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എത്ര സംഗീതന്മാർ, എത്ര ആലിമ്യങ്ങൾ. സീനത്തല്ല, ഭൂമി അല്ലാഹു തആല അലങ്കരിച്ചത് കണ്ടിട്ടില്ലേ? എന്തിനാണ് അല്ലാഹു തആല ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കി നന്മ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നവരാരാണ്? ആ പരീക്ഷണമാണ്. കുറച്ചോനെ ഒരു പൂവ് കണ്ടപ്പോ ആ പൂവിന്റെ ഒരു ലാളിത്യം,
ആ പൂവിന്റെ ഒരു ഭംഗി അല്ലേ, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സ്വയം ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു ഓരോന്നും ഓരോന്നും ഓരോന്നും. നമ്മളിങ്ങനെ ഒരു പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉദ്ദേശിച്ചാൽ ഇപ്പൊ ഒരു കുറഞ്ഞ സ്ഥലത്താണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എത്ര ഉണ്ടാവും? അപ്പോ തേങ്ങ, മാങ്ങ, ചരങ്ങ, മുരിങ്ങ, കൈപ്പങ്ങ, വട്ടക്ക, അങ്ങനെയാണ് നോക്കിയിട്ട് പച്ചമുളക്, വൈതനങ്ങ അല്ലേ? അപ്പോ എത്ര ഇനം, വിവിധ ഇനം. ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഒരേ ഭൂമി, ഒരേ ഭൂമി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഇതിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ ആരാണ് അള്ളാഹുവിന് വഴിപ്പെട്ടും ഭയപ്പെട്ടും ജീവിക്കാൻ തയ്യാറുള്ളവർ? അള്ളാഹു തആല ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ അള്ളാഹു തആല വെച്ചിരിക്കുന്നത് പരീക്ഷണമാണ്. ഏതെല്ലാം ജീവികൾ ഒന്നിനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷിയെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ഭംഗിയുള്ള പക്ഷി. അതിനപ്പുറത്ത് വേറൊന്ന് കാണുമ്പോൾ അതിനേക്കാൾ ഭംഗിയുണ്ട്. അതിനെ വിട്ടിട്ട് വേറൊന്ന് കാണുമ്പോൾ അതിനേക്കാൾ വരണം. അത് ഓരോന്നിന്റെയും കാലിങ്ങനെ വലിയ ഉയരത്തിൽ, അതിന്റെ മുകളിൽ ഒരു പക്ഷി അല്ലേ, എത്ര വലിയ കാലും വരും. ചെറിയ 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 കാലിൽ കൊച്ചു പക്ഷി. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് സീനത്തല്ലഹ സീനത്തല്ലഹ. ഇതൊക്കെ എന്തിനാ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ കാണിക്കാൻ. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇതൊക്കെ കാണിച്ചെന്നുകൊണ്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഇവിടെ നമ്മളെ കടലുണ്ടി പുഴയിലേക്ക് പക്ഷികൾ വരാൻ എവിടുന്ന് വരാണ്? 5000 കിലോമീറ്റർ അകലിൽ നിന്ന് വരാൻ. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് ആവശ്യമായതൊക്കെ അവർ ശേഖരിച്ച് അവർ അത്യാവശ്യം ഇവിടെ കഴിഞ്ഞാൽ പോലെ എവിടെ തന്നെ പോകും, പോലെ നാട്ടിൽ തന്നെ നിൽച്ചു. ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ഏത് കമ്പ്യൂട്ടറാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ഏത് കമ്പ്യൂട്ടറാണ് അവർക്ക് വഴി കാണിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കടലുണ്ടി പുഴയിൽ വന്നാൽ നമുക്കുള്ള റിസ്ക് ഇവിടെ ഉണ്ട്. അവിടെ ബന്ധപ്പെട്ടുകൊണ്ട് നിന്നാൽ ആ പക്ഷികൾക്ക് എന്തുണ്ടായിത്തരും? പ്രജനന ശേഷി ഉണ്ടാകും. മുട്ടയിടുന്നതിന് വർഷത്തിലൊരിക്കൽ അവിടെ വന്നു പോയിട്ടില്ലെങ്കിൽ ആ പക്ഷികൾക്ക് എന്തുണ്ടാവില്ല? മുട്ടയിടലും മറ്റുമൊക്കെ ഉണ്ടാവും. അത് ഏതിന്റെ കടലിൽ എല്ലാ ജീവജാലങ്ങളും ഇപ്പൊ ഇത്ര കിലോമീറ്റർ അകലെ അവർക്ക് ബോർഡ് വായിക്കാൻ എവിടെയെങ്കിലും ബോർഡ് ആകാശത്തിൽ തുടങ്ങാൻ. അതൊക്കെ നമ്മൾ പഠിക്കണം. കഴിഞ്ഞ് പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ടെന്നും മറ്റും ആക്ഷേപം പറഞ്ഞു, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് ആക്ഷേപം പറഞ്ഞു. ആ പറയുന്ന അവർക്കോ അവരുടെ പിതാക്കൾക്കോ അള്ളാഹുവിനെ സംബന്ധിച്ചോ അവർ പറയുന്ന കാര്യങ്ങളെ പറ്റി ഒരു വിവരവും ഇല്ല. നമ്മൾ ഈ അക്ഷരച്ചിട്ട മലക്കാളം അതിന് ക്ലാസ് ആയാൽ പറ്റില്ല. അങ്ങനത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നാൽ അവരെ ഈ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിലുള്ള അവരെ അടുത്ത ക്ലാസ്സിലുണ്ട്. അങ്ങനെ തൊണ്ണൂറ് ക്ലാസ് എടുത്ത് പോകുമ്പോൾ എന്താവില്ല, ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ മനസ്സിലാവില്ല. വൈദ്യുമാകുമ്പോൾ മലക്കാളം അങ്ങനെ ഒരു പ്രാവശ്യം ചിരിക്കുമല്ല, രണ്ടാമത്തേക്ക് ചിരിക്കുമല്ല, ഇതിന് മൂന്നാമത്തെ, അങ്ങനെ ഓരോ ക്ലാസ്സിലും ഇട്ടുകൊണ്ടല്ല മാറ്റി. ഇങ്ങനെയുള്ളൊരു പഠനം തുടരുമ്പോൾ നമുക്ക് എന്ത് വേണം? കുറച്ചാൾ സ്ഥിരമായിട്ട് അതിനെ കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോഴേ ഇതിന്റെ തുടർച്ച സഹോദരിമാരങ്ങനെയല്ലേ? അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഹൈർ കൊടുക്കണേ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഭൂമുഖത്ത് അള്ളാഹു തആല സംവിധാനം നമ്മുടെ കാഴ്ച ഭൂമി എങ്ങനെ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന എത്രയെല്ലാം സൃഷ്ടിചരാചരങ്ങൾ എന്തിനാണ് അള്ളാഹു വെച്ചത്? ഈ നബുലുവഹും അവര് പഠിക്കണം, അവര് പാഠം ഉൾക്കൊള്ളണം, അവര് ചിന്തിക്കണം, മനസ്സിലാക്കണം. അയ്യുഹും അഹ്സനു അമലാ. എന്നിട്ട് ആരാണ് അള്ളാഹുവിലേക്ക് സൽക്കർമ്മിയാകുന്നത്? ഉള്ളും പുറവും നന്നാവാണ് നമ്മൾ പറഞ്ഞത്, സ്വാലിഹാകുക എന്ന് പറഞ്ഞാൽ. ഒരു താക്കീത് അള്ളാഹു തആല നൽകുന്നു. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജൂസാ. അള്ളാഹു ഓർമ്മപ്പെടുത്താൻ
ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അല്ലാഹു ഈ അലങ്കാരങ്ങളും ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ പ്രഖ്യാപനം ആ ഭൂമുഖത്തുള്ള എല്ലാറ്റിനെയും സഈദൻ ജൂദ ഒരു ഉപകാരത്തിനും പറ്റാത്ത ഭൂമിയാക്കി വെക്കാൻ അല്ലാഹു തആലക്ക് നിഷ്പ്രയാസമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ചില സ്ഥലത്ത് കൂടെ യാത്ര ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കല്ല് മന. ഒരു ഉപകാരത്തിനും ആ കല്ലും പറ്റൂല, ആ മഞ്ഞ പറ്റൂല. ഒരു പച്ച അവിടെ നോക്കൂല. ചില സ്ഥലത്തെ മണ്ണ് ഒരു സാധനം അതിൽ കുഴിച്ചിട്ടുണ്ടാവും. ഒരു ഉപകാരമില്ലാതെ കിടക്കുന്ന ഭൂമി ഇല്ലേ? അല്ലാഹു തആല പറയാം, നിങ്ങൾ ഈ അലങ്കാരമായി കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഭൂമിയിൽ പടച്ചു വെച്ച്, ഇതിനെ എല്ലാറ്റിനെയും അല്ലാഹു തആല നശിപ്പിച്ചു. ഭൂമുഖത്ത് സംവിധാനിച്ച എല്ലാറ്റിനെയും അല്ലാഹു തആല മറ്റൊരു സമയത്ത് അതിനെ അല്ലാഹു തആല നീക്കിക്കളയും. സ്വഈദൻ ജൂദ, മൊട്ടക്കുന്നാക്കി. എന്തിനാ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്? നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ ജീവിക്കാം. ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ ചെടികൾ, ഇവിടുത്തെ കായ്കനികൾ, ഇവിടുത്തെ ധാന്യങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാലാകാലം ജീവിക്കാമെന്ന് വിചാരിക്കുന്നോ? അല്ലാഹു തആലക്ക് നിമിഷം വരും ഇതൊക്കെ അങ്ങ് നശിപ്പിച്ചു കളയാം. മൊട്ട കുന്നുകളാക്കി വെക്കാൻ അല്ലാഹു ഒരു പ്രയാസമില്ല. എന്നിട്ട് ഈ ആമുഖങ്ങളൊക്കെ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് ഇത്രയും ആയത്തുകൾ അല്ലാഹു തആല ഈ സൂറത്തിന്റെ ആമുഖമായി ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു തആല ചോദിക്കും, അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബാ. അസ്ഹാബൽ കഹ്ഫിലേക്ക് കണക്കാക്കുക. അസ്ഹാബൽ കഹ്ഫിന്റെ തൊട്ട് മുമ്പത്തെ അമ്പിയാക്കളിൽ വന്ന റസൂലുള്ളാഹിന്റെ തൊട്ട് മുമ്പത്തെ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചിരിക്കുന്ന ഇഞ്ചീൽ അനുസരിച്ച് ജീവിച്ചു പോരുന്ന മുഅ്മിനീങ്ങൾ പല ഭാഗത്തും ഒറ്റയായും കൂട്ടം കൂട്ടമായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ മുഴുവനും വിഗ്രഹാരാധകരാണ്. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിരിക്കുന്ന തൗറാത്തിൽ ഇഞ്ചീലിൽ നിന്ന് അവരൊക്കെ പറ്റാകുന്നു. മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിരിക്കുന്ന തൗറാത്തിൽ നിന്നും അവരാകുന്നു. അങ്ങനെ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന ബഹുദൈവാരാധകരായ ആളുകൾ വർദ്ധിച്ചു നിന്നു. പക്ഷെ എന്നാൽ ഇടക്കിടക്ക് കുറച്ചാളുകൾ, ചില ഗ്രാമങ്ങൾ, ചില പ്രദേശങ്ങൾ നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ഈ കോഴിക്കോട് ഈ സിറ്റിയിൽ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചില ഗതിയെപ്പോൾ ഇങ്ങനെ പോയാൽ അവിടെ മുഴുവനും ആരേക്കാർ, അവിടെ മുഴുവനും ചില വിദ്യാർത്ഥിന്റെ ആൾക്കാർ. ഒരു ഗതിയെപ്പോൾ എങ്ങനെയാണ് പോയാൽ അവിടെ നിറഞ്ഞു നിൽക്കണം മുസ്ലിങ്ങളായി, അവിടെ നല്ല സുന്ദരമായിട്ട് ആൾക്കാരും നല്ല ഇങ്ങനെ വ്യത്യസ്തമായി കാണുന്നില്ലേ നമ്മൾ ഇല്ലേ? ഇതേ പ്രകാരം അക്കാലത്തും എന്തുണ്ടായി? ചില ഏരിയകളിലൊക്കെ ഇഞ്ചിയിലനുസരിച്ച് പഴയ കാലത്തെ വിശ്വാസം അനുസരിച്ച് വരുന്നവർ, ചില ഏരിയകളിലൊക്കെ തൗറാത്ത് അനുസരിച്ച് അങ്ങനെ വിശ്വസിച്ചു പോരുന്ന ആളുകൾ. അതേ സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാൽ അധികം ഏതായി മാറി? വിഗ്രഹാരാധകരായി മാറി. അവരുടെ ആചാരങ്ങൾ, കാര്യങ്ങൾ, വിഷയങ്ങൾ. അങ്ങനെ ആ ഒരു മുഅ്മിനീങ്ങൾക്ക് വിഷമം വരുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയപ്പോൾ റോമയിൽ ഒരു രാജാവ്, റോമയിൽ ഒരു ചക്രവർത്തി. ആ ചക്രവർത്തിയുടെ പേര് തെക്കിയാനോസിയാണ്. അദ്ദേഹം വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം? അദ്ദേഹത്തിന്റെ സ്വഭാവം മുസ്ലിംകളെ തേടിപ്പിടിക്കും. അവരെ കൊണ്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് ആ വിഗ്രഹങ്ങൾക്ക് ഏത് ചെയ്യിപ്പിക്കാം? അവരെ കൊണ്ട് അതിനെ വഴിപഴിക്കാം. അവരെ കൊണ്ട് വിഗ്രഹത്തിന് നേർച്ചയാക്കിയിട്ട് മൃഗങ്ങളെ അർപ്പിക്കാം. ഇതൊക്കെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ വേറെ ചില രൂപങ്ങളാണ് കാണുന്നത്. ആളുകളെ കൊണ്ട് ഏത് വിളിപ്പിക്കാം? ജയ് ശ്രീറാം. കണ്ടില്ലേ? മുസ്ലിങ്ങളെ കൊണ്ട് ഏത് വിളിപ്പിക്കാം? അല്ലേ? ഇതൊക്കെ ചില കാലം, ഇതൊക്കെ പഴയത് നടന്നതിന്റെ ആവർത്തനമാണ്.
പഴയ കാലത്ത് നടന്നതിന്റെ ആവർത്തനമാണ്. ഒരു നാലാളെ ഭയപ്പെടുത്തിയിട്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചത് കൊണ്ട് ഇവർക്ക് വല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയായിരിക്കും. അവിടെയാണല്ലോ ഷഹാദത്ത് കലിമയെ പറ്റി ഇസ്ലാം പഠിപ്പിച്ചത്. അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പിന്നെ നാം കൊണ്ട് വ്യക്തമാക്കുക അല്ലേ? നമ്മളതിങ്ങനെ ഒരു അന്തം പെട്ടിക്കാണ്ട് ഏതെങ്കിലും പറയണതല്ല ഇസ്ലാം. പണ്ട് ജുമാക്ക് പള്ളിക്കരി ജനറൽ ബോഡിക്ക് ചേറും ചേർക്കൂല, മോനെടുക്കും എടുക്കൂല, അങ്ങനെയൊക്കെ വലിയ കുരുമാരുള്ള ഒരു ജനറൽ ബോഡിയാണ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് ജനറൽ ബോഡി. ഈ ജനറൽ ബോഡിന്റെ വാർത്തകൾക്ക് അപ്പൊ ജുമാക്ക് വന്നുകാണ്ട് ഓരോ ജുമാ കഴിഞ്ഞ് വേർക്കുമ്പോ ഒന്ന് രണ്ടാളോ ഉറങ്ങിപ്പോയി. അപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് ഓരോ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചു. ഒരാൾ ഉറക്കത്തുനിന്ന് മേടിച്ചോണ്ട് ലിസ്റ്റ് വായിച്ചാൽ അപ്പൊ അയാൾ ഒരു രണ്ടാളും പറഞ്ഞ് ഞങ്ങളെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ മോരോ വന്നത് മഞ്ഞത്തസ്കാരത്തിന്റെ കത്താണ്. അപ്പൊ ഓരോരുത്തരും മനസ്സിൽ എന്നാ ഉണ്ടാകുക, ഓർക്ക് ആവശ്യമുള്ളതാണ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുക. നമ്മളൊരു സ്ഥലത്ത് മരിച്ചോണ്ടി വന്നപ്പോ അയാൾ ശനിയാഴ്ചയിൽ മരിച്ചത്. അപ്പൊ ഒരാൾ ഉസ്താദ് ഞാൻ വ്യാഴാഴ്ച മരിച്ചു കാണിക്കാൻ ജനറൽ ബോഡി നല്ല നടന്നതാണ്. അപ്പൊ വെള്ളിയാഴ്ചത്തെ ജനറൽ ബോഡിയിൽ ഏറെ ഉത്പാദിതാക്കിയതാണ് ഞാൻ. അപ്പൊ ശനിയാഴ്ച അവരുടെ മരിച്ചത്. ഇയാൾ വ്യാഴാഴ്ച മരിച്ചെങ്കിൽ പള്ളിക്കാല ജനറൽ ബോഡി മട്ടത്തിൽ നടത്തിയിട്ടുള്ളൂ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം എപ്പോഴാണ് ഇത് അസ്തമിക്കാതായി. അപ്പോ നമ്മളിങ്ങനെ ഓർത്തു നോക്കുമ്പോൾ എന്താണ് ആ ദമിയാനുസ് രാജാവ് വന്നിട്ട് ഇവർക്ക് ഈ വിഗ്രഹാരാധികരായ ആളുകൾക്ക് വലിയ നമ്മളെ നാട്ടിൽ ഈ ചെന്നായി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇവർക്കൊക്കെ ഈ ജയ് ശ്രീരാം വിളിക്കൽ ഇങ്ങനെ തുടങ്ങിയത് അല്ലേ? പരീക്ഷണത്തിന്റെ ആവർത്തനം ഉണ്ടാവും. പരീക്ഷണത്തിന്റെ ആവർത്തനം വരും. ആ അൽ-കഹ്ഫ് സൂറത്തിന്റെ 1 മുതൽ എത്ര വരെയുള്ള ആയത്താണ് നമ്മൾ പറഞ്ഞത്? 10 വരെയുള്ള ആയത്ത്. അത് പതിവായി ഓദിക്കോ. ആരിവിടെ ഭരണം നടത്തിയാലും നമ്മൾ ഈമാനിൽ ഒരു ഗൗരവം പറ്റില്ല. അല്ലാഹു കാക്കട്ടെ. ദമിയാനുസ് രാജാവ് എന്ന് പറഞ്ഞാൽ അത് വലിയ ധിക്കാരിയാണ്. ആ ധിക്കാരി എന്താ ചെയ്യണത്? ഇടക്കിടക്ക് ഒരു പര്യടനം. ഭരണം നടത്തുന്ന രാജാവ് ഇടക്കൊരു പര്യടനം. ഒരു പര്യടനത്തിൽ എവിടേക്ക്? കോഴിക്കോട്ടേക്ക്. അടുത്തൊരു പര്യടനം എവിടേക്ക്? രാമനാട്ടിലേക്ക്. അടുത്തൊരു പര്യടനം എവിടേക്ക്? ഫറൂഖ്. അടുത്തൊരു പര്യടനം എവിടേക്ക്? നാട് മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഒരു വരവാണ്. എന്തിനാ വരുന്നത്? അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു ചേർക്കാം. എന്നിട്ട് അവരൊക്കെ വിഗ്രഹത്തിന് ആരാധിക്കുന്നവരാണോ അല്ലേ? അതിന് തയ്യാറില്ലാത്ത ആളുകളെ വിളിച്ചു കൂട്ടാം. അവരോട് ചോദിക്കാം, നീ വിഗ്രഹത്തിന് ആരാധിക്കാൻ തയ്യാറുണ്ടോ? ഒരാളിനെ അറക്കാൻ തയ്യാറുണ്ടോ? അത് തയ്യാറില്ലാത്തവരെ അവിടെ വെച്ചുകൊണ്ട് തന്നെ കൊല ചെയ്യും. നമ്മളിന്ന് കൂട്ടക്കൊല ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ദമിയാനുസ് രാജാവ് എന്താ ചെയ്തിരുന്നത്? വിഗ്രഹത്തിനെ ആരാധിച്ചാൽ മാത്രം ഇവന്റെ മുമ്പിൽ വെച്ച് ചെയ്യണം. എന്നിട്ട് അവരുടെ ഏറ്റവും വലിയൊരു ആചാരമാണ് വിഗ്രഹത്തിന് അറുത്തു കൊടുക്കുക. അത് ചെയ്യണം. അതിന് തയ്യാറില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? കൊന്നു കളഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അങ്ങനെ കൊന്ന ആളുകളെ കാല് ഒരു സ്ഥലത്ത് തൂക്കുക, കൈ മറ്റൊരു സ്ഥലത്ത് തൂക്കുക, തല മറ്റൊരു സ്ഥലത്ത് തൂക്കുക. അങ്ങനെ ആളുകൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം ഈ കൊല ചെയ്യപ്പെട്ട ആളുകളെ അവയവങ്ങൾ ഇങ്ങനെ കെട്ടി തൂക്കുക. ഇതായിരുന്നു അയാൾ ചെയ്തത്. അസ്വാബുൽ കഹ്ഫ് പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് അസ്വാബുൽ കഹ്ഫ് ഉണ്ടായത് നോക്കണം. വിഗ്രഹത്തിന് ആരാധിക്കാൻ രാജാവ് പറയുന്ന വിശ്വാസത്തിനും തയ്യാറില്ലാത്ത ആളുകളെ കൊന്നിട്ട് ആളുകൾ നടന്നു പോകുന്ന വഴികളൊക്കെ മരക്കൊമ്പിൽ, ഒരു സ്ഥലത്തെ കൈ, ഒരു സ്ഥലത്തെ കാല്, അങ്ങനെ ആരാണോ തയ്യാറാകാത്തത്, ആണായാലും പെണ്ണായാലും അവരെ കൊന്നിട്ട് അവയവങ്ങൾ കഷ്ണമാക്കിയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അത് തൂക്കി വെക്കുക ആളുകൾക്ക് പ്രദർശനത്തിന്. ഇത് ചെയ്തിരുന്ന ധിക്കാരിയാണ് ദമിയാനുസ് രാജാവ്. അങ്ങനെ ആ ദമിയാനുസ് രാജാവ് ഈ രൂപത്തിൽ ചെയ്യുന്ന അദ്ദേഹം എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തിട്ട് ഒരു സ്ഥലത്തേക്ക് അദ്ദേഹമാണ് വരുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടെ ഈ പാലക്കാട് നടപ്പാക്കാൻ. അവിടെയുള്ള ഒരാളും രാജാവ് ഏത് മതക്കാരനാണോ ആ മതത്തിൽ എല്ലാവരും നിൽക്കുക.
രാജാവ് ഏതിനെ ആരാധിക്കണോ അതിനെല്ലാവരും ആരാധിക്കും. അതാണ് അയാൾ മനസ്സിലാക്കി. രാജാവ് ആരാധിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കണം. രാജാവ് ചെയ്യുന്നത് ആരും ചെയ്യാം, ഇവരൊക്കെ ചെയ്യാം. അല്ലാത്ത ഒരു വിശ്വാസിയും നിലനിർത്തൂല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ധിക്കാരത്തോടുകൂടെ ദഖ്യാനൂസ് രാജാവ് പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു റബ്ബി അസ്ഹാബുൽ കഹ്ഫിന്റെ പറയപ്പെടുന്ന മഹാന്മാർ അവര് താമസിക്കുന്ന നാട്ടിലേക്ക് ദഖ്യാനൂസ് രാജാവ് സന്ദർശനത്തിന് വന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ പറയാം പോലെ എവിടെ വന്ന് ഒരു കോഴിക്കോട് കുഞ്ചിച്ചാറ കുണ്ടുകൾ ഈ ഭാഗത്ത് കൂടിയാണ് രാജാവിന്റെ ഒരു പര്യടനം. ഈ പര്യടനത്തിന്റെ സമയത്ത് എന്താ തീരുമാനിച്ചിരിക്കുന്നത്? രാജാവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളൊക്കെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അവിടെ അറക്കണം, അവിടെ ആരാധന നടത്താം. അങ്ങനെ ആളുകളൊക്കെ വിളംബരം ചെയ്യും, ആളുകളൊക്കെ ഒത്തുകൂടി. അപ്പൊ രാജാവ് ചോദിക്കാണ്, ഇവിടെ നമ്മുടെ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവരെ പിടിച്ചുകൊണ്ടുവരാൻ, അവിടെ പിടിച്ചുകൊണ്ടുവരാൻ ആളുകൾ ഏർപ്പാട് ചെയ്യും. ഗവൺമെന്റിന്റെ പ്രത്യേക പോലീസ്, ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ ഏർപ്പാടാക്കി. രാജാവ് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക്, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കാത്തവരാരാണോ അവരെ കണ്ടെത്താൻ, അവരെ ഹാജരാക്കാൻ അതിന് ഉത്തരവിട്ടിട്ട് ആളുകൾ അന്വേഷണമായി ആരെങ്കിലും ഉണ്ടോ. അങ്ങനെ കിട്ടിയവരെന്ത് ചെയ്യും? പിടിച്ച് രാജാവിന് മുമ്പിൽ ഹാജരാക്കും. കിട്ടിയവര് രാജാവിന് മുമ്പിൽ ഹാജരാക്കും. അധികമൊന്നും അന്വേഷണമില്ല. ഒറ്റക്കാര്യം, നീ ഈ വിഗ്രഹത്തിന് ആരാധിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ? രാജാവിന്റെ വിശ്വാസം നീ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ? ഉണ്ടോ എങ്കിൽ അത് ചെയ്ത് കാണിക്കണം. വിഗ്രഹങ്ങളെ ആരാധിക്കണം, അതിന് അർത്ഥം കൊടുക്കണം. ഇല്ലേ അവരെ കൊല ചെയ്ത് കാണിക്കണം. ഇതായിരുന്നു അവർ ചെയ്തു. അങ്ങനെ പലരെയും തേടി പിടിച്ചു കൊണ്ടുവന്നു. അവരെ അറിവ് നടത്തി. അവരെ മാംസഭാഗങ്ങൾ, അവരെ ശരീരഭാഗങ്ങൾ ആ ഗ്രാമത്തിന്റെ പല സ്ഥലത്തും ഇങ്ങനെ തൂക്കിയിട്ടു. അല്ലാഹു റബ്ബി. അപ്പോഴാണ് മാന്യന്മാരായ ഒരു കൂട്ടം യുവാക്കൾ, ആ നാട്ടിലെ മാന്യന്മാരായ ഒരു കൂട്ടം യുവാക്കൾ അവരിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, അല്ലാഹുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന് പിന്തിരിയാൻ നമുക്ക് പറ്റില്ല. രാജാവ് വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റില്ല. ഒന്നിരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കാൻ തയ്യാറാണ്. ഏതായാലും രണ്ടാൽ ഒന്ന് ഉറച്ച് അവരെ വിവാദത്തിൽ മുഴുകി. കുറച്ച് യുവാക്കൾ അവർ അല്ലാഹുവിന് മുമ്പിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞു. പടച്ചോനെ, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബലാ മുസീബത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരു റബ്ബില്ല, ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരു പടച്ചോനില്ല, ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരു ഉടമസ്ഥനില്ല. അതുകൊണ്ട് ഞങ്ങളെ ഈ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സഹായം കിട്ടണം. യുവാക്കൾ സുജൂദിൽ കടന്നു. ആ സുജൂദിൽ കടന്ന് അവർ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ അവിടെ എത്തി. അവരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ റബ്ബിനെ ഇബാദത്ത് എടുക്കണം. രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. രാജാവിന്റെ അടുക്കലേക്ക് അവര് പോകാൻ. ആ പോകുന്ന സമയത്ത് അവർ ഓരോരുത്തരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ദഖ്യാനൂസ് രാജാവ് അക്രമിയാണ്, ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരു പടച്ചവനില്ല, നിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റബ്ബേ, ഈ അക്രമിയിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടണം. അവർ പോയി രാജാവിന്റെ മുമ്പിൽ അവരെ ഹാജരാക്കിയപ്പോൾ ഇവരൊക്കെ നല്ല ചെറുപ്പക്കാര് 18-25 വയസ്സിനടക്കമുള്ള നല്ല ചെറുപ്പക്കാർ. അവരെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ അവരെ കൂട്ടത്തിൽ, ആ സംഘത്തിന്റെ കൂട്ടത്തിൽ നേതാവ് എന്നോ അതല്ലെങ്കിൽ മുതിർന്നവരെന്നോ പറയാം. നേതാവ് എന്നും കാണാം, അവരെ കൂട്ടത്തിൽ മുതിർന്ന ആളെന്നും പറയാം. അദ്ദേഹത്തിന്റെ പേര് മിക്സൽ മീനാണ്.
അന്നത്തെ ഭാഷന്റെ രീതി അനുസരിച്ചാണ് പേര് വരും. അവരുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ആൾ അല്ലെങ്കിൽ അവർക്ക് നേതാവായി നിൽക്കുന്ന ആൾ, അദ്ദേഹം അടക്കമുള്ളവർ രാജാവിന്റെ മുമ്പിൽ അവർ ഹാജരാക്കിയപ്പോൾ അവരോട് രാജാവ് ചോദിക്കാൻ, നിങ്ങളുടെ വിശ്വാസം എന്താ? അപ്പൊ അവര് പറഞ്ഞു, പിച്ചൽമീനാൻ പറഞ്ഞ അവൻ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് റബ്ബുണ്ട്. ആ റബ്ബാണ് ആകാശം പടച്ചത്, ആ റബ്ബാണ് ഭൂമി പടച്ചത്, ആ റബ്ബാണ് ഇതൊക്കെ സംവിധാനിച്ചത്. അതുകൊണ്ട് റബ്ബിനെ മാത്രം ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുക, അതാണ് ഞങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഗ്രഹത്തിന് 60 നടത്താനോ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറേ അല്ല. ഇദ്ദേഹം അതാണ് പ്രഖ്യാപിച്ചപ്പോൾ ഒപ്പമുള്ള മറ്റ് യുവാക്കൾ എല്ലാവരും അതേപോലെ ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. ഒരു കൂട്ടം യുവാക്കൾ, അവരെ എണ്ണം ഖുർആൻ പിന്നീട് പറയുന്നുണ്ട്, എത്ര എന്നത് അവരെ എണ്ണം ഖുർആൻ പിന്നീട് പറയുന്നു. അപ്പോ ഞങ്ങൾ ആരും അതിന് ഞങ്ങൾക്ക് റബ്ബുണ്ട്, അല്ലാഹ്. ആ റബ്ബാണ് ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, വായു പടച്ചത്, വെള്ളം പടച്ചത്, നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ആ റബ്ബാണ്. ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ഭയപ്പെടുകയുള്ളൂ, ആ റബ്ബിനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. ഞങ്ങൾ മറ്റാരെയും ആക്രമിക്കുന്നില്ല, മറ്റാർക്കും ഒരു ഉപദ്രവം വരുത്തുന്നില്ല, ഞങ്ങൾ വേറെ ഒരു വിഷയത്തിനുമില്ല. പക്ഷെ ഞങ്ങൾ ആരാധന മുഴുവൻ ആർക്കാണ്? ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ റബ്ബിനാണ്. ഇതാണ് പറഞ്ഞപ്പോൾ രാജാവിന് ഹരണം. പക്ഷെ ഇതാണ് ചില ആരുമാണ്, നല്ല ചെറുപ്പക്കാരുമാണ്. മാത്രമല്ല ആ ചെറുപ്പക്കാരൊക്കെ ആ പ്രദേശത്തെ മാന്യമായ കുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ ഉണ്ടാവുക. ആ ചെറുപ്പക്കാരൊക്കെ ആരാണ്? അവിടുത്തെ ചെറുളി പള്ളിയാണ്. അവിടെ ഇങ്ങനെ വെറുതെ ഇഷ്ട വെച്ച് നടക്കുന്നവരല്ല. അവരൊക്കെ അവിടുത്തെ നല്ല നല്ല വാപ്പാര മക്കൾ, അവിടുത്തെ ഒരു ഗോത്ര തലവന്മാരായും മറ്റുമൊക്കെ നിൽക്കുന്ന നല്ല നല്ല ആളുകളെ മക്കൾ, അവഗണിക്കാൻ പറ്റുന്ന ആളുകളല്ല, ആ നിലക്കുള്ള ആളുകളാണ്. അപ്പൊ രാജാവ് ഇവരോട് ഏൽപ്പിച്ചു, നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തെ തെരഞ്ഞെടുക്കണോ, അതല്ല ഞാൻ പറയുന്ന വിശ്വാസത്തിലേക്ക് വരണോ? രാജാവിന് വിട്ടവിട്ട മാന്യമായ കുടുംബാംഗങ്ങൾ, ഇവരുടെ പ്രായം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? ഒരു അവസരം കൊടുത്തു. എന്താണ് അവസരം? നിങ്ങൾക്കൊരു സമയം തരാം. ആ സമയം വരെ നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്ന റബ്ബിൽ തന്നെ വിശ്വസിച്ച് നിൽക്കണോ, അതല്ല നിങ്ങൾ അതിനെ പിന്തിരിയാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്കൊരു അവസരം തരാം. അങ്ങനെ രാജാവിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്ന ആ അംഗങ്ങൾക്ക് മിസ്സൽമീനാഹുവിന്റെ ആ പ്രഖ്യാപനത്തോടുകൂടെ എല്ലാവരും അതിൽ ചേർന്ന് നിന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്കൊരു അവസരം കൊടുത്തു. അടുത്തൊരു അവസരം വരെ നിങ്ങൾ കാത്തു നിൽക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു അവസരം തന്നെ. അങ്ങനെ രാജാവ് അവർക്കൊരു അവസരം കൊടുത്തുകൊണ്ട് സഭ പിരിഞ്ഞു. അവർക്കൊരു അവസരം കൊടുത്തുകൊണ്ട് രാജാവിന്റെ സഭ പിരിഞ്ഞു. രാജാവ് അടുത്ത പ്രദേശത്തേക്ക് പോയി. തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അടുത്ത പ്രദേശത്തേക്ക് പോയി. ഇതിനിടയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ ചാൻസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ആലോചിച്ചു യുവാക്കൾ. നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കുന്നു എന്ന് ആലോചിച്ചു. ഈ ചരിത്രത്തെ 3 രൂപത്തിലായി ഖുർആൻ തഫ്സീറുകൾ വിശദീകരിക്കുന്നു. അതിൽ ഒരു രൂപം തഫ്സീർ ബഗവി രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അതിന്റെ 2-3 വിധത്തിലുള്ള സംഭവങ്ങൾ പറയുന്നത് നമുക്ക് ഏതായാലും ആളുകളൊക്കെ ഒന്നാണ്. ചക്രവർത്തിയാണ് രാജാവ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പിന്നെ ചില സംഭവങ്ങൾ താരീഖാണല്ലോ. അപ്പോ ദൃത്യാനുസ രാജാവിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്ന ഇവർക്ക് അവസരം കൊടുത്തത്. ഈ അവസരം കാത്ത് അല്ലാഹു റബ്ബി പോലീസിന് മറ്റൊക്കെ ഓർഡർ കൊടുത്തു, നിങ്ങൾ അവരെ ഇപ്പോൾ ഉപദ്രവിക്കണം, അവർ ചിന്തിക്കട്ടെ എന്താണ് അവർ ചെയ്യേണ്ടത്. രാജാവ് അടുത്ത പ്രദേശത്തേക്ക് പര്യടനത്തിന് പോയി. അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയാണ്. ഒരു പള്ളി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ മുമ്പ് വേറെ സ്ഥലത്തേക്ക് പോയേക്കാൾ അടുത്ത പള്ളി വിൽമാലാക്കാൻ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇപ്പൊ നമ്മള് അതിന്റെ ഒക്കെ ഒരു രീതി നമ്മളിങ്ങനെ പറഞ്ഞ് കണ്ടാൽ ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ ആവർത്തനമാണ് ഇവിടെ എന്താക്കുന്നത്? ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ വരും. പക്ഷെ അവിടെ നമ്മുടെ ഈമാനിനെ നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മളൊക്കെ ഇന്നത്തെ ഒരു രീതി എന്താണ്? ഒരു സുഖരോപതയിൽ ഇങ്ങനെ ജീവിക്കാൻ നമ്മളെ രീതി അല്ലേ? ഒരൊറ്റ നേരത്തെ പട്ടിണി നമുക്ക് സഹിക്കാൻ കഴിയും? അയ്യോ, കഴിയൂല. ഒരൊറ്റ നേരം വെള്ളം കിട്ടാതിരുന്നാൽ നമുക്ക് സാധിക്കൂല. ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് സാധിക്കും. എന്തിന്? ഹജ്ജിന് വന്നിരിക്കുന്ന ആളുകൾ നമ്മൾ അറഫയിൽ നിന്ന് പോന്നു, മിനയിലെത്തി, ആ ബസ്സാരം പോയി. ഈ ബസ്സില്ല, ഇനി മിനീനെ എവിടുക്കാൻ ഇറക്കണം? അല്ല, മുസ്ദലിഫിനെ എവിടുക്കാൻ ഇറക്കണം? മുസ്ദലിഫിന് മിനയ്ക്ക് നടക്കണം. ആ നടത്തത്തിൽ ലബ്ബൈക്കിനെക്കാട്ടിലും കൂടുതൽ ആ ബസ്സാരിനെ കീഴാകലാണ്. നേരി ഞാൻ ഇല്ലാത്തത് പറയുന്നത് ലബ്ബൈക്കയിലേത് കുറവേക്കാൻ ആ ബസ്സാരി ഞങ്ങൾ ഇവരൊക്കെ തന്നെയാണ്. ഈ സൗദികളല്ലേ എത്ര പറയേണ്ടത്? അബൂജാന്റെ നാട്ടിലുണ്ട്. ഇവരെന്തേലും നന്നാവും. നമ്മൾ ആ അച്ഛന്റെ ദിക്കറാണ് പറയുന്നത്. സമയത്തുപയോഗില്ല, ഞാൻ കേട്ടത് പറയാനുള്ളൂ, ഇല്ലാത്തത് പറയാം. നമുക്ക് ക്ഷമല്ല. അതേ സമയത്ത് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ, അല്ലാഹു റബ്ബി ഉസ്താദിനോട് അറഫീനെ പറഞ്ഞു, നമുക്ക് അറഫീനെ മിനിക്ക് നടക്കാം. അറഫീനെ മിനിക്ക് നടക്കാം. അറഫീനെ മിനിക്ക് നടക്കാൻ എത്ര ഉണ്ടോ? 12 കിലോമീറ്ററാണ് നടക്കണം. 19 കിലോമീറ്ററാണ് ഇവിടുന്ന് ഹാർമന്റെ നടത്തി അല്ലേ? ഉസ്താദ് ചോദിച്ചാൽ നമുക്ക് നടക്കല്ലേ ഈ പ്രായമായ സമയത്തെ? അപ്പൊ ഞാൻ പറഞ്ഞ ഉസ്താദ്, നമ്മളൊപ്പം കുറെ ആൾക്കാരില്ലേ, നമ്മളെല്ലാവരും മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, ഇവരൊക്കെ കൂട്ടി നടക്കണ്ടേ? നിങ്ങളെ ഓരോരോ ഇവർക്ക് നടക്കായിട്ട് ചെറുപ്പതിയായി. അങ്ങനെ എന്ത് ചെയ്തു? മുസ്ദലിഫിലെത്തിയപ്പോൾ പിന്നെ ബസ്സിൽ പോയിട്ടില്ല. ഞാൻ ഉസ്താദിനോട്, ഉസ്താദെ ഇവിടെ നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഈ ബസ്സാരം മിനിയുടെ കല്ലിൽ എത്തിച്ചു. കല്ല് പൊറുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയോ എന്നാ ഞങ്ങൾക്ക് ബസ് വിടാം. ഉസ്താദിന് വാഴട്ടെ. ഉസ്താദിന്റെ കൈ പിടിച്ചാൽ വരികൾ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് റെഡിയാക്കാം. അപ്പൊ ആ സമയത്ത് ഉസ്താദിന് പുറത്തുള്ളവരെ ആൾക്കാർ ഒക്കെ വേറെ നിൽക്കലാണ്. നമ്മൾ തമ്മിൽ പല നമുക്ക് വളരെ ചെറിയ ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ, അതായത് ഞാൻ ഹജ്ജ് എന്ന് പറഞ്ഞത് കുറ്റപ്പെടുത്താനല്ല, ഹജ്ജിനേക്കാൾ വലിയൊന്നും ചെയ്യാനല്ലോ, ഒക്കെ ഒഴിവാക്കി പോയതല്ല നമ്മൾ. അല്ലാഹു റബ്ബി, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം ഇങ്ങനെ കൃത്യസമയത്ത് ഇങ്ങനെ കിട്ടും. അതേമാതിരി അറഫയിലും മിനയിലും കിട്ടോ? മിനയിൽ ഭക്ഷണം എന്നാണ് വൈകി 1.5 മണിക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് എത്രയായി? നിങ്ങൾ സുമാറ് പറഞ്ഞാൽ എത്രയും 3 മണി. അപ്പൊ അതിന് തുടങ്ങുന്നത് എല്ലാ ഗ്രൂപ്പും ഒരു പരസ്യം ഇങ്ങനെ കണ്ടായിരുന്നു. ആട്ടിലെ ഭക്ഷണം, മറ്റേ ഭക്ഷണം, ആന ചേന കഴിക്കിട്ട് എവിടെ ഭക്ഷണം? ഇതാരെയും പറഞ്ഞത്? ആരെയും പറഞ്ഞത്? മക്ബൂലായ ഹജ്ജിന് വേറെ കഴിക്കുന്നു. മക്ബൂലും മക്റൂറും വേറെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്താൻ, നമുക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പതരാണ്. ഒരു ത്യാഗത്തിന് നമ്മൾ തയ്യാറില്ലാത്ത ആളുകളാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാന്മാര് അല്ലാഹു നമുക്കൊക്കെ ഈമാനിന്റെ ശക്തി തരണം. ഹലാലായ റിസ്ക് ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അപ്പോ ഇതൊക്കെയാണ് വിശ്വരാജാവിനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോയി. ആദ്യം എനക്കുള്ള ആ സമയത്ത് ആ യുവാക്കൾ ആലോചിച്ചു, നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഈമാനെ രക്ഷപ്പെടുത്താൻ. അപ്പൊ അവിടെ മുഅ്മിനീങ്ങളായ മറ്റു പല ആൾക്കാരുണ്ട്, ഈ യുവാക്കൾ അല്ലാത്ത മറ്റു പലരുണ്ട് ഇങ്ങനെ മുഅ്മിനീങ്ങളായ. പക്ഷെ അവരൊന്നും എന്തായിട്ടില്ല, രാജാവിന്റെ മുമ്പിൽ അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടില്ല. അവരെ പറ്റിയിട്ട് അറിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ നിൽക്കണോലെ അവിടെ ഉണ്ട്. പക്ഷെ അവരിൽ ചിലരൊക്കെ എന്ത് പറഞ്ഞു? ചെറുപ്പക്കാരുടെ മക്കളെ നിങ്ങൾ വാശിക്ക് നിൽക്കണ്ട, രാജാവിനോട് മത്സരിക്കാൻ നിൽക്കണ്ട. അങ്ങനെയാണ് നമ്മളെ എളുപ്പത്തിൽ ഉപദേശം കിട്ടുക. രാജാവിനോട് മത്സരത്തിന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ചില ആളുകളൊക്കെ എന്തിന് തയ്യാറായി? നമ്മളെ ഈമാൻ നമ്മൾ പ്രഖ്യാപിക്കാം. കൊല്ലാണെങ്കിൽ കൊല്ലണം, മുസ്ലിമായി മരിച്ചാലും ഷഹീദായി മരിച്ചാലും അങ്ങനെ ചെറിയ. വേറെ ചില ആൾക്കാർ എന്തിന് തയ്യാറായി? നമ്മൾ അതിന് നിൽക്കണ്ട, നമ്മൾ കുറച്ച് രാജാവിന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിന്നു കൊടുക്കാം. ഇങ്ങനെ പല അഭിപ്രായക്കാർ
അപ്പോൾ രാജാവിന് മുമ്പിൽ നിന്ന് തൽക്കാലം ഈ ഒരു ഇളവ് കിട്ടിപ്പോന്നിരിക്കുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ ആലോചിച്ചു നമുക്ക് എന്ത് ചെയ്യണം. അതാണ് അസ്ഹാബുൽ, അതാണ് അസ്ഹാബുൽ. ഇനി ഒരിക്കൽ അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ അക്കാലത്തെ ഏറ്റവും വലിയ സംഭവമാണ്, ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുന്നത് ഇത് അള്ളാഹുവിന്റെ ചെറിയൊരു സംഭവമാണ്. അള്ളാഹിനെ അപേക്ഷിച്ചിടത്തോളം അതെന്താണ്, ഒരു ചെറിയ സംഭവം. അതിനേക്കാൾ അത്ഭുതകരമായ എത്ര സംഗതിയുണ്ട്. അതാ അം ഹസിബത, നബിയെ തങ്ങൾ വിചാരിക്കുന്നു അന്ന അസ്ഹാബുൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ, ഗുഹാവാസികൾ എന്നർത്ഥം. വറഖീമി, അവരെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന ഫലകവും. റഖീം എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിവെച്ച ഫലകം, കല്ലിൽ കൊത്തിവെച്ച ഫലകം. ഇനി നമ്മൾ കണ്ടിട്ടില്ലേ അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിങ്ങനെ കെത്തുമീർ, അവരെക്കുള്ള നായന്റെ പേരാണ് അതൊക്കെ എഴുതിയിട്ടുള്ള കെത്തുമീർ. അപ്പുറം അപ്പുറം എന്ത് ചെയ്തിട്ടുണ്ടാവും, അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇത് എവിടെ ഉണ്ട്, ഇത് റഖീം എന്ന് പറഞ്ഞതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എഴുതിയിരിക്കുന്ന കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഫലകം. അതാണ് ഖുർആൻ പ്രത്യേകം പറഞ്ഞത്. അം ഹസിബത, നബിയെ തങ്ങൾ വിചാരിക്കുന്നു അന്ന അസ്ഹാബുൽ കഹ്ഫി, ഗുഹാവാസികൾ, റഖീമി, അവരെ പേരുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഫലകവും കാനൂ മിൻ ആയാതിനാ അജബാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം ഇതാണെന്ന് വിചാരിക്കുന്നുവോ. ഇത് ഒരു സംഭവം മാത്രമാണ്. അള്ളാഹുവിന്റെ ഈ ലോകത്തെ ചരിത്രത്തിൽ എത്രയൊക്കെയോ അത്ഭുതങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനും സംരക്ഷണത്തിലും ഒക്കെ. എന്താണ് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം? ഇത് അവൽ ഫിത്യത്തുൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. അതാണ് ഖുർആൻ. ഈ അവരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങാൻ. എന്താണ് അവർ ചെയ്തതെന്ന് ചരിത്രം പറഞ്ഞു. ആ ചരിത്രം പറഞ്ഞ തുടക്കം ഇത് അവൽ ഫിത്യത്തു, ഒരു കൂട്ടം യുവാക്കൾ ചെന്നു ചേർന്നു ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. ഒരു വലിയ ഗുഹ, ആ ഗുഹയിൽ ഒരു പർവ്വതത്തിന്റെ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള വലിയൊരു ഗുഹയാണ്. ആ ഗുഹയിലേക്ക് ചെല്ലാണ്. ആ ഗുഹയിലേക്ക് അവർ ചെല്ലുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് അവർ ഫിത്യത്തു, ഒരു കൂട്ടം യുവാക്കൾ അഭയം പ്രാപിച്ചപ്പോൾ ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക്. ഫഖാലു, ആ ഗുഹയിലേക്കാണ് കടക്കുമ്പോൾ അവര് പറഞ്ഞു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ, ഞങ്ങൾക്കുള്ള റബ്ബേ, ഈ രാജാവിനെ ഞങ്ങൾ റബ്ബായിട്ട് സ്വീകരിക്കുന്നില്ല, ഈ അക്രമിയെ ഞങ്ങൾ ഉടമസ്ഥനായി സ്വീകരിക്കുന്നില്ല. റബ്ബനാ, ഞങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന അല്ലാഹ്, ആതിനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ ലദുൻക, നിന്റെ ഭാഗത്ത് നിന്ന്, ഓശാനമായി തരണം, റഹ്മതൻ, നിന്റെ അനുഗ്രഹങ്ങൾ തരണം, നിന്റെ കൃപ, നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാഹ്. വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യത്തിൽ സത്യസന്ധമായ, ഞങ്ങളുടെ കാര്യത്തിൽ സന്മാർഗത്തിൻ്റെതായ, ഞങ്ങളുടെ കാര്യത്തിൽ ഉചിതമായ ഒരു വഴി ഞങ്ങൾക്ക് നീ തെളിയിച്ചു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാക്കൾ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ ഗുഹയിലേക്ക് അവർ അഭയം പ്രാപിച്ചു. എന്തുണ്ടായി? അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ഇനി ഖുർആൻ ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് അടുത്ത കുറേ ആയത്തുകൾ രേഖപ്പെടുത്തുന്നത്. വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിക്കണം. وضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഖുർആൻ ആയത്തുകൾ തുടർച്ചയായി പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ക്ലാസ്സിലെ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ അതിന്റെ ഒരു പഠനം നമുക്ക് പൂർത്തിയായി. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉപയോഗിക്കാം, കുറച്ചേരം കേൾക്കാം എന്ന രീതി സ്വീകരിച്ചാൽ നമുക്ക് ഇതിന്റെ പഠനം തുടർച്ചയായി
ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന കുറെ ആളുകളെ വന്ന് കാണുന്നു. നമ്മൾ അൽബേക്ക് സൂറത്ത് തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? നമ്മൾ തുടർ പഠനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആയത്തുകൾ നമ്മളൊക്കെ മനഃപ്പാഠമാക്കണം. അതൊക്കെ മനഃപ്പാഠമാക്കി നോക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. നമ്മൾ കൽപ്പിക്കണം ഈമാനിന്റെ തകരാറ് പറ്റുന്ന ഇക്കാലത്ത് ഈ ദുആ നമ്മൾ പതിവാണ്. എന്താണ്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. നമ്മുടെ എല്ലാ ദുആകളും നമ്മൾ ചൊല്ലണം. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, നിന്റെ വകയായി നീ ഓശാരമായി നിന്റെ കാരുണ്യം നിങ്ങൾക്ക് വാരിക്കോരി നൽകണം റബ്ബേ. വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ കാര്യത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും വഴിയിൽ ഞങ്ങൾക്ക് ഈ സഞ്ചാരം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതാണ് ദുആ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹു തആല ഖുർആൻ ചോദിക്കുന്നു, അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിച്ചോ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഫലകം അതവിടെ അതേപോലെ കാനൂ മിൻ ആയാതിനാ അജബാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും അത്ഭുതകരമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ലാഹുവിന് ഒട്ടേറെ അത്ഭുതങ്ങൾ ലോകത്ത് പറയാം. എന്താണ് ഈ അത്ഭുതം? ഇത് അവർ ഫിത്യത്തു, ഒരു കൂട്ടം യുവാക്കൾ അഭയം പ്രാപിച്ചു ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. വഖാലു, ആ സമയത്ത് അവർ പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. അപ്പോൾ നമ്മൾ ഓർമ്മിച്ചു വെക്കണം, ചക്രവർത്തിയാണ് അന്നത്തെ ഭരണാധികാരി. അയാളുടെ ഒരു സ്വഭാവം, അയാളുടെ വിശ്വാസത്തോട് യോജിച്ച് നിൽക്കാത്ത ആളുകളെ മുഴുവൻ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക, സുജൂദ് ചെയ്യിപ്പിക്കുക, സുജൂദൻ ചെയ്യിപ്പിക്കുക. ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുത്തു കൊടുക്കാൻ വേണ്ടി പറയാം. ആ അറവനും സുജൂദനും വിശ്വാസത്തിനും തയ്യാറില്ലാത്ത ആളുകൾ ആരാണോ അവരെ കൊന്നിട്ട് അവരെ അവയവങ്ങൾ കഷ്ണമാക്കിയിട്ട് അതാ കെട്ടിത്തൂക്കുന്നത്. കൈ വേറെ, കാല് വേറെ, അങ്ങനെ ഓരോന്നും അത് കെട്ടിത്തൂക്ക. ആളുകൾ നടന്നു പോകുന്ന വഴി എന്തിന് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ധിക്കാരിയായ രാജാവ്, ആ രാജാവിന് മുമ്പിൽ ഈമാൻ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആളുകളാണ് ആര്? അസ്ഹാബുൽ കഹ്ഫ്. അവരുടെ കൂട്ടത്തിൽ രാജാവിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവരുടെ നേതാവ് മിക്സൽമീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും നിന്റെ വിശ്വാസത്തിലേക്കില്ല, ഞങ്ങൾ നിന്റെ വിശ്വാസത്തിലേക്കില്ല. ഞങ്ങൾക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ഭയപ്പെടുകയുള്ളൂ. അവരവിടുത്തെ മാന്യന്മാരും യുവാക്കളും ഒക്കെ ആയതുകൊണ്ട് ഒരു അവസരം കൊടുത്തു രാജാവ് വീണ്ടും വിചാരിച്ചു. അടുത്ത രാജാവ് തിരിച്ചു വരുമ്പോഴേക്കുള്ള ഒരു വീണ്ടും വിചാരിച്ചു. ആ അവസരം, ആ ആനുകൂല്യം വാങ്ങി അവിടുന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന യുവാക്കൾ പിന്നീട് അവർ ഈമാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സംഭവം അതാണ് ഇനി ചരിത്രം വിശദീകരിക്കുന്നത്. അല്ലാഹു പഠിച്ചു ഉയരാൻ നമുക്ക് ഭാഗ്യം, പഠിച്ച് നന്നാകാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം. അപ്പോഴാണ് മനസ്സിലാക്കിയത് മഹാന്മാരായ ആളുകളുടെ ജീവിതത്തെ പറ്റി കേൾക്കുക, പഠിക്കുക, അത് അറിയാം. അപ്പൊ നമ്മുടെ ഉള്ളും പുറവും നന്നാവും.
രണ്ടും നന്നാക്കി എടുക്കാൻ നീ ഭാഗ്യം നൽകണേ, നീ തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഈ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ തിരക്കിലാണ് ഒരു പുസ്തകം വേണ്ടി. അത് അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ചാണ് പുസ്തകം. അല്ലാഹു എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇതിൽ പ്രധാനമായി പറയുന്നത് അസ്മാഉൽ ഹുസ്ന 99. ഓരോന്നിന്റെയും അർത്ഥം, ഓരോ അസ്മാഉകളും വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടു? അർ-റഹ്മാൻ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അർ-റഹീം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അൽ-ഹഫീദ് അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? നമ്മൾ ഓരോ ദിക്റുകളും ചൊല്ലുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ ആശയം, അർത്ഥം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുസ്തകമാണ് ഇത്. വെറുതെ ഒരു വായിച്ച് ഉപേക്ഷിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ എന്താക്കണം? വീട്ടിൽ വായിക്കുകയും സൂക്ഷിക്കുകയും ആ അസ്മാഉൽ ഹുസ്ന പതിവാക്കുകയും അല്ലാഹു തൗഫീഖ് ചെയ്യണം. ഇതിന് 200 രൂപയാണ് വില. 200 ചില്ലാനും പേജിലുള്ള പുസ്തകമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവരും സ്ത്രീകൾക്കൊക്കെ കൊടുക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഡോക്ടർക്ക് ഒന്ന് കൊടുത്തിട്ടാണ് ഉദ്ഘാടനം. രണ്ടാമത്തെ ഒന്ന് തങ്ങൾക്കും തങ്ങളോ നസുറോ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഇല്ലാത്തവരോടൊപ്പം വാങ്ങിക്കോ, അല്ലാത്തവരോട് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ അല്ലേ? അങ്ങനെ എല്ലാവരും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നും ഇത് വിൽക്കണ വലിയ പണിയല്ലേ. ഇപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് വേണ്ടത് വിചാരിച്ചിട്ട് ഒന്ന് കൊണ്ടുവന്നാൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എന്നൊക്കെ വരുന്നത് ജനുവരി 5 ജനുവരി 12. അടുത്ത ക്ലാസ് ജനുവരി 12 അല്ലേ? രണ്ടാമത്തെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സ്ത്രീകളെ ഭാഗത്തേക്ക് ഒക്കെ ഒന്ന് കൊണ്ടേക്കും. ഇൻഷാ അല്ലാഹ് ഇന്നുള്ളവരോട് 200 വാങ്ങിക്കോ, അല്ലാത്തവർ അടുത്ത ആഴ്ചയിൽ വാങ്ങിയാൽ അടുത്ത ക്ലാസ് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ്. വീടുകളിലൊക്കെ നമ്മളെ കുട്ടികളുണ്ടാകും, അവരെ കൊണ്ടൊക്കെ വായിച്ച് പഠിക്കുക. എത്രയോ അധ്വാനിച്ചിട്ടാണ് ഇതൊക്കെ ഒരു പുസ്തകം എഴുതാന്നുള്ളത്. വെറുതെ കഴിയില്ല. എത്ര കിതാബ് നോക്കണം എന്നല്ല, ഒരു പുസ്തകം എഴുതാൻ ഒരുപാട് കിതാബ് നോക്കണം, എന്തെങ്കിലും ഒരു പുസ്തകം എഴുതാൻ പറ്റുള്ളൂ. മാത്രമല്ല അച്ചടിച്ച് പോകണതല്ലേ, അത് എത്രയോ ആയിരങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കയ്യിൽ കൊണ്ടുപോയി. മാത്രമല്ല നമ്മളെന്തൊരു പിഴവ് പറ്റിയാൽ അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പൊ ആ നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന്റെ ഒരു കോപ്പി കൈവശപ്പെടുത്തുക. സ്ത്രീകളിൽ നിന്ന് പൈസ ഉണ്ടാവില്ല, അവർക്ക് നിന്ന് കൊടുക്കാൻ അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ക്ലാസ്സിന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മളെ ഒരു സ്നേഹിതൻ, എന്റെ മുമ്പേ പേര് പറഞ്ഞ റഷീദ്, അമ്മോശനും അവരെ അമ്മോശനും മരണപ്പെട്ടു. പിന്നെ അമ്മായി ദിവസങ്ങൾ രണ്ടാൾക്കും നീ മൗഫറത്ത് കൊടുക്കണം, നീ മർഹമത്ത് കൊടുക്കണം. ഒരു വീട്ടിൽ നിന്ന് ദിവസങ്ങളെ മാറ്റത്തിൽ ഉമ്മയും വാപ്പയും അങ്ങോട്ട് പോകുമ്പോൾ ആ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവും. അല്ലാഹു അവർക്ക് നീ ക്ഷമ നൽകണേ, ക്ഷമ നൽകണേ. ആ മാതാപിതാക്കൾക്ക് നീ മൗഫറത്ത് കൊടുക്കണേ. നിങ്ങളെ ദുആ അവർക്കൊരു തണലാക്കണേ. ഞങ്ങൾ ഓതിയ ഖുർആൻ അവർക്കൊരു തണലാക്കണേ. ഇൻഷാ അല്ലാഹ് മാലിക്കിന്റെ ജ്യേഷ്ഠനും കൂടിയായ ആലിക്കോയ അല്ലാഹുവേ, ആലിക്കോയ സാഹിബ് അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ എല്ലാവിധ അഫ്വും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പിന്നെ ആരാണ് തോട്ട്? ഇവിടെ നിന്ന് ഇപ്പൊ ഉംറയ്ക്ക് പോയിട്ട് ഒരു സ്നേഹിതൻ മദീനയിൽ മരണപ്പെട്ടു. അല്ലാഹ് ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം ഇവിടെ നമ്മളൊക്കെ ജീവിക്കും. അബ്ദുൽ ലത്തീഫ് ഇല്ലേ? മദീനയിൽ മരണപ്പെട്ട ചെട്ടിപ്പറമ്പത്തെ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം നല്ല മുഹിബ്ബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് മദീനത്തിൽ കൂടെ നടക്കുന്ന ആളാണ്. അദ്ദേഹം മദീനയെ ആഗ്രഹിച്ച് മുത്തുനബിന്റെ കടക്കാൻ താല്പര്യപ്പെട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെയുണ്ട്. മദീനത്തിന് പോരാനാകൂല, ഇനി ഞാൻ മദീനത്തെ വിശ്രമിക്കാണ് എന്ന് കരുതി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടാകാം അദ്ദേഹം. നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളും കൂടിയാണ്. പടച്ചവനെ, മദീനയിൽ മരണപ്പെട്ട അദ്ദേഹം ജന്നത്തുൽ ബഖീഅ സ്വർഗ്ഗത്തിൽ കടക്കുകയാണ്. അദ്ദേഹത്തിന് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗീയ സന്തോഷം നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ ഹദ്റത്തിൽ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടക്കുന്ന, ആയിഷ ബീബി കടക്കുന്ന, മയന്മാരിക്ക തങ്ങൾ കടക്കുന്ന, 10,000-ലധികം സഹാബാക്കൾ കടക്കുന്ന ആ പുണ്യഭൂമിയിൽ കടക്കാൻ ഭാഗ്യം കൊടുത്തല്ലോ അദ്ദേഹത്തിന്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ മരണം ഹൈറാകുന്ന സമയത്ത് മദീനയിൽ മരിക്കാൻ